എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 59 റിവ്യൂ ആണ്. പതിവ് പോലെ തന്നെ ലൈവും എപ്പിസോഡും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ലൈവിൽ നടന്ന പല കാര്യങ്ങളും എപ്പിസോഡിലേക്ക് കാണുമ്പോൾ ഇത് ഇങ്ങനൊന്നും അല്ലല്ലോ നടന്നേന്നുള്ളത് നമുക്ക് തോന്നും. ഈ ലൈവ് കാണാതെ എപ്പിസോഡ് മാത്രം കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് പല വിഷയങ്ങളും കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു സംശയമാണ്. ഏതായാലും എപ്പിസോഡിലേക്ക് വന്നാൽ ആദ്യം കാണിക്കുന്നത് ബിന്നിയും ബിന്നിൻ്റെ ഹസ്ബൻഡും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ കുത്തിത്തിരിപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബിന്നിക്ക് ആ കുത്തിത്തിരിപ്പ് എന്നുള്ള പേരിട്ടത് ബിന്നിയേക്കാൾ കൂടുതൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളാണ് എന്നുള്ളത് ബിന്നി പറയുന്നു. ബിന്നിയേക്കാൾ കൂടുതൽ കുറ്റം പറയുന്ന ആൾക്കാർ ഇവിടെ വേറെ പലരും ഉണ്ട്, പക്ഷേ ബിന്നിനെയാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് പറയുന്നു. ബിന്നി കുത്തിത്തിരിപ്പല്ല നടത്തുന്നതെന്ന് പറയുകയും ചെയ്യും. അടുത്ത നിമിഷം തന്നെ വേറൊരു വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവിടെ മാക്സിമം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ബിന്നി ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് 3 പേരുടെ ഫാമിലീസാണ് വീട്ടിലേക്ക് വരുന്നത്. അക്ബറിൻ്റെ, സാബ്മാൻ്റെ, അതുപോലെ ആദിലെ നൂറേൻ്റെ. അപ്പോൾ ഈ ഫാമിലി വരുന്ന സമയത്ത് ഈ ടാസ്കുകളൊക്കെ എല്ലാവർക്കും ഇന്നും ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇന്ന് അനീഷിനും ഷാനവാസിനും കൊടുത്തതുപോലെ ഫാമിലി ഫോട്ടോസ് അല്ല കൊടുത്തിരിക്കുന്നത്. പകരം ലാലേട്ടൻ്റെ ഒരു ഫോട്ടോയാണ് പസിൽ കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കൊടുക്കുന്ന ടാസ്കുകളിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഏതായാലും ഈ ഫാമിലി വരുമ്പോൾ അവർ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സാഹചര്യം ചൂഷണം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ടാസ്കുകൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാർ വളരെ സാവകാശം നിന്നിട്ട് ആ ടാസ്ക് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ തോന്നും ബിഗ് ബോസ് എന്തൊരു സൈക്കോ ആണെന്ന് തോന്നും. കാരണം ഈ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയൊക്കെ ഈ ടാസ്കുകൾ അവർ ചെയ്യുന്നത് കണ്ട സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. എന്തിനാണ് ഈ സമയത്തൊക്കെ ഇങ്ങനത്തെ ടാസ്കുകൾ കൊടുക്കുന്നതെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ച വരെ അവർക്ക് കൊടുത്തിരുന്ന ടാസ്കുകളും ഇപ്പം ഈ 2-3 ദിവസങ്ങളായിട്ട് അവർക്ക് കൊടുക്കുന്ന ടാസ്കുകളും കാണുമ്പോഴത്തേക്കിനും തോന്നും ഇതൊക്കെ അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൊടുത്തുകൂടെ. ടാസ്കിൻ്റെ പരിപാടി അത്ര ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും വീട്ടിലേക്ക് ആദ്യം വരുന്നത് അക്ബറിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അക്ബർ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അക്ബറിൻ്റെ ഭാര്യയും ഉമ്മയുമാണ് വന്നിട്ടുള്ളത്. അക്ബറിൻ്റെ ഉമ്മയും ഭാര്യയൊക്കെ അക്ബറിന് നല്ല രീതിയിൽ തന്നെ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഉമ്മ പറയുന്നത് നീ എപ്പോഴും ഈ ബീം ബാഗിൽ തന്നെ ഇരിക്കാതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുന്നൊക്കെയാണ്. അതേപോലെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത് ഈ വിജയിക്കുക, എല്ലാ കാര്യത്തിലും വിജയിക്കുക എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് കൊടുത്ത് മാക്സിമം കാര്യങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളത് വൈഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും അതിനുശേഷം വരുന്നത് ആദിലേൻ്റെയും നൂറേൻ്റെയും ഫ്രണ്ട്സാണ്. ദിയാസനയും അതുപോലെ തന്നെ ജാസ്മിൻ മൂസയാണ് വന്നിട്ടുള്ളത്. മറ്റുള്ള ഫാമിലീസിനെ അപേക്ഷിച്ച് ഇപ്പം ജാസ്മിൻ ആയാലും അതേപോലെ ദിയ ആയാലും എക്സ് കണ്ടസ്റ്റൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള ആൾക്കാരുടെ ഗെയിമിനെയും കൂടെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പം മറ്റുള്ള ആൾക്കാരുടെ ഫാമിലീസ് വരുന്ന സമയത്ത് അവരെ മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അക്ബറിൻ്റെ ആയാലും അനീഷിൻ്റെ ആയാലും ഷാനവാസിൻ്റെ ആയാലും ഒക്കെ വരുന്ന ഫാമിലീസ് വരുമ്പോൾ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ ദിയയും ജാസ്മിനും വന്ന സമയത്ത് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെയും കൂടെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദിലേൻ്റെ അടുത്ത് ജാസ്മിൻ പറഞ്ഞു കൊടുക്കുന്നത് ഓവർ റിയാക്ട് ചെയ്തൊരു സ്പേസ് മറ്റുള്ളവർക്ക് വളരാനായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. എല്ലാ സീസണിലും ഉണ്ടാവും. ആദ്യത്തെ ആഴ്ചയിൽ വന്നിട്ട് ഭയങ്കര വെറുപ്പിക്കലൊക്കെ നടത്തിയ ഒരാൾ പിന്നീട് അങ്ങോട്ട് അയാൾ നല്ലവനായിട്ട് മാറിയും. പക്ഷെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തുടക്കത്തിൽ അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും അയാളോട് തുടർന്നും ദേഷ്യം കാണിക്കുന്ന അവസ്ഥയും പിന്നീട് അയാൾ പുറത്ത് വലിയ ഹീറോ ആവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. എല്ലാ സീസണിലും ഉണ്ടായതുപോലെയൊക്കെയാണ് ഇപ്പോഴും തുടർന്ന് പോകുന്നത് എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞു കൊടുക്കുന്നത്. അനീഷിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ആദിലേൻ്റെ അടുത്ത് അനീഷിന് കൂടുതൽ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത്, ഓവർ റിയാക്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വീട്ടിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് വീട്ടിൽ ഇപ്പം ആദിലേൻ്റെ അടുത്ത് മാത്രമല്ല ജാസ്മിൻ അത് പറഞ്ഞിട്ടുള്ളത്. വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ എല്ലാവരോടും പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അത് ആര്യൻ പോയിട്ട് ജിസേലിനോട് പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വീട്ടുകാർ വരിക, സ്നേഹത്തിൽ പെരുമാറുക, പോവുക, അല്ലാതെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളത് ആര്യൻ ജിസേലിൻ്റെ അടുത്ത് പോയിട്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ പറയുന്നുണ്ട്. മാത്രമല്ല ആര്യൻ്റെയും ജിസേലിൻ്റെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും ദിയാസന അവിടെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് കളിക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം അത് ആര്യൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ആ കാര്യം പറയുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ എല്ലാ സീസണിലും ഉള്ളതുപോലെ തന്നെ വില്ലനായിട്ടുള്ള ആൾക്കാരാണ് വിജയിക്കുക. അനീഷിനെ പറ്റിയിട്ട് പറയുന്നു, അനീഷ് ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ബഹളം ഉണ്ടാക്കി, പിന്നെ നല്ലവനായിട്ട് നിന്നു, അയാൾക്കാണ് പുറത്ത് സപ്പോർട്ട് എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ വന്ന് പറയുന്നത്? അത് മറ്റുള്ള ആൾക്കാരുടെ ഗെയിമിനെ ഡൗൺ ആക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ദിയ ആയാലും ജാസ്മിൻ ആയാലും എക്സ് കണ്ടസ്റ്റൻസ് എന്നുള്ള നിലയിൽ അവർക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ ഈ ബിഗ് ബോസിൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് പറയാനായിട്ടുണ്ടാവും. അത് മറ്റ് മത്സരാർത്ഥികളെയും കൂടെ സ്വാധീനിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ ഈ ഫാമിലിയൊക്കെ പോയതിനു ശേഷം പിന്നീട് ഈ കിച്ചൺ ടീമും മെയിൻ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയും തമ്മിലൊരു വഴക്ക് നടക്കുന്നതാണ്. അപ്പോൾ ബിന്നി രാവിലെ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പല സാഹചര്യങ്ങളിലും ഈ വഴക്ക് നടക്കുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമം ബിന്നിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടും കാണാം. ബിന്നിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയോ എന്നൊരു സംശയമുണ്ട് ഈ 2 ദിവസത്തെ പെർഫോമൻസ് കണ്ടിട്ട്. ഏതായാലും വഴക്കിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ടീമിന് ഇപ്പോൾ അധികം ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കേണ്ടി വരുന്നില്ല. എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് അവർക്ക്
ഉണ്ടാക്കേണ്ടി വരുന്നൊരു സാഹചര്യമുള്ളൂ. ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർ നിറയെ ഫുഡ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ളതും വൈകുന്നേരത്തേക്കുള്ളതും അവർക്ക് പുറത്തുനിന്ന് തന്നെ കിട്ടാറുള്ളത് കൊണ്ട് കിച്ചൺ ടീമിന് അധികം പണിയെടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന ഫുഡിൽ അധികവും നോൺ വെജ് ആണ്. അപ്പോൾ ജിസേൽ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ജിസേലിനുള്ള ഫുഡ് വേറെ ഉണ്ടാക്കണം. അപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് പറയുന്നു ജിസേലിന് ഇഷ്ടമുള്ളത് ജിസേൽ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ അത് നോക്കി ജിസേൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് ഉണ്ട്, ഒണീലുണ്ട്, അക്ബർ ഉണ്ട് കിച്ചണിൽ. അപ്പോൾ ബിന്നി വന്നിട്ട് പറയുന്നു ഈ ടീം ഡിവൈഡ് ചെയ്തിരുന്ന സമയത്ത് ജിസേൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അനിമോളാണ് അത് മേൽനോട്ടം വഹിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് അനിമോൾ ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കിച്ചൺ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള അക്ബറും ഒണീലും അനീഷും ഒക്കെ പറയുന്നു ഞങ്ങളിവിടെ നിൽപ്പുണ്ടല്ലോ, കിച്ചൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ, ഞാൻ നോക്കുന്നുണ്ടല്ലോ ജിസേൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ബിന്നി പറയുന്നു അങ്ങനല്ലല്ലോ തീരുമാനിച്ചിരുന്നത്, അനിമോൾ മേൽനോട്ടം വഹിക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത്. പിന്നീട് അനിമോളോട് പോയിട്ട് ചോദിക്കുന്നു അനിമോളെ നീ അറിഞ്ഞിരുന്നോ ജിസേൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം? അപ്പം ജിസേൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നീ വന്ന് നിൽക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്, ഇപ്പം നിന്നോട് ഈ കാര്യം ആരും പറഞ്ഞിട്ടില്ലേന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാത്ത ബിന്നി പോയിട്ട് അനുമോളുടെ അടുത്ത് ഇത് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് ഇതും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വേറെ വിഷയങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. കഴിഞ്ഞ കിച്ചൺ ടീം ഭയങ്കര ഫ്ലോപ്പായിരുന്നു എന്ന് അനീഷ് പറയുന്നു. ഞങ്ങൾക്ക് മര്യാദക്ക് ഒരു കട്ടൻ ചായ പോലും ഇട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു. അത് ശരിയാണ്, ഭയങ്കര മോശം കിച്ചൺ ടീമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. കറക്റ്റായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാത്ത കിച്ചൺ ടീമാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. അതിൽ അക്ബറും ഒണീലും ഒക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് അനീഷ് സംസാരിക്കുന്നുണ്ട് മുമ്പുണ്ടായിരുന്ന കിച്ചൺ ടീം ഒക്കെ എല്ലാ സാധനങ്ങളും എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുമായിരുന്നു, ഇപ്പോഴത്തത് അങ്ങനെയല്ല. ഈ ടീം ഡിവൈഡ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കില്ല, എല്ലാവരും ആവശ്യത്തിന് മാത്രം വന്നിട്ട് ഉപയോഗിക്കുക, എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് മിസ്യൂസ് ചെയ്യാതെ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളത് തുടക്കത്തിലേ പറഞ്ഞിരുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ബിന്നി പറയുന്നു അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഇവിടെ ഫാമിലി വീക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അധികം ഫുഡ് ഉണ്ടാക്കേണ്ടി വരുന്നില്ല, അതുപോലെ തന്നെ ആൾക്കാർക്ക് പുറത്തുനിന്ന് ഫുഡ് കിട്ടുന്നത് കൊണ്ട് വന്ന് എടുക്കാത്തതാണ് എന്ന് പറയുന്നു. അപ്പോൾ ബിന്നിൻ്റെ അടുത്ത് അനീഷ് ചോദിക്കുന്നു കഴിഞ്ഞ കിച്ചൺ ടീമിൽ നിങ്ങൾ പഞ്ചസാരയൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നല്ലോ, എന്നിട്ട് പോലും അത് തികഞ്ഞില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് പാതിരാത്രിയൊക്കെ ആൾക്കാർ വന്നിട്ട് ചായ ഇട്ട് കുടിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് ബിന്നിയുടെ കഴിവുകേടാണ് എന്ന് അനീഷ് പറയുന്നു. അങ്ങനെ ഒരു കാര്യമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാക്കുക. ബിന്നിക്ക് തോന്നുന്നു ബിന്നിക്ക് അനീഷിൻ്റെ അടുത്തൊരു ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം ബിന്നി കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് കിച്ചൺ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയും അനീഷ് പോയത് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും കിച്ചൺ ആകെ വൃത്തികേടായിരുന്നു എന്നുള്ളതും ഫുഡൊക്കെ നിങ്ങൾ വേസ്റ്റ് ആക്കുകയാണെന്നുള്ളതൊക്കെ ബിന്നീൻ്റെ അടുത്ത് അനീഷ് പറയുകയും ഇവർ തമ്മിൽ നല്ല രീതിയിലൊരു ഫൈറ്റ് അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അതിനുശേഷം ബിന്നി മെയിൻ ക്യാപ്റ്റനായ സമയത്ത് ടീം തിരിച്ചപ്പോൾ അനീഷിനെ കിച്ചൺ ടീമിലേക്ക് ഇടുന്നു, അനീഷിനെ തന്നെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാക്കി ഇടുന്നു. അപ്പം അത്യാവശ്യം മര്യാദയ്ക്ക് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കിച്ചൺ ബിന്നിക്ക് അതിൽ എങ്ങനെയെങ്കിലും കുത്തിത്തിരിവുണ്ടാക്കി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം. അങ്ങനെയാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും ഫീൽ ചെയ്തത്. ഏതായാലും ഇവരുടെയൊക്കെ ഈ വഴക്കിന് ശേഷം പിന്നീട് സാബുമാൻ്റെ ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ സാബുമാൻ്റെ ഫാമിലിയിലും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, ഇപ്പം എപ്പോഴും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാതെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളതും സാബുമാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ ആര്യനും ജിസേലും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞിട്ടൊക്കെ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൊടുത്തിട്ടുള്ള സൂചനകളൊക്കെ വെച്ചിട്ട് ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം പോലെ ഒന്നും രണ്ടും പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒണിയിൽ മാക്സിമം ആര്യനെ പറ്റിയിട്ട് കുറ്റം ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട്. പിന്നീട് എപ്പിസോഡിൽ കണ്ടിട്ടുള്ളൊരു വലിയൊരു വഴക്ക് അവിടെ നടക്കുന്നത്, അതായത് മട്ടന് വേണ്ടിയിട്ടുള്ള അടി. അപ്പോൾ ഈ അടിക്ക് മുന്നേ തന്നെ ഷാനവാസ് അടുക്കളയിൽ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. കാരണം കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് നീ വെച്ചിരിക്കുന്ന പഞ്ചസാര ഞാൻ ഇവിടുന്ന് എടുക്കും, അതിവിടെ കാണൂല, നീ നോക്കിക്കോ, നീ വെല്ലുവിളിക്കാനുണ്ടോ, നീ വെല്ലുവിളിക്കന്നെ എന്ന് പറഞ്ഞ് അനീഷിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് വെല്ലുവിളിക്കാനായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നീ എടുക്ക്, ഞാനല്ലേ കിച്ചൻ്റെ ക്യാപ്റ്റൻ, നിനക്ക് പറ്റുമെങ്കിൽ നീ എടുത്ത് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ വെല്ലുവിളിക്കുന്നില്ല. എന്തിനോ എന്തോ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഷാനവാസ് അവിടെ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അനുമോള് ഫുഡ് വിളമ്പി കൊടുക്കാനായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പി കൊടുക്കണം എന്ന് പറയുന്നു. അനുമോള് പറയുന്നു ഞാൻ അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെയാണ് വിളമ്പി കൊടുക്കാറ് എന്ന് പറയുന്നു. അപ്പം അനുമോള് പൊതുവേ ഈ ഫുഡ് വിളമ്പുന്ന സമയത്ത് കുറച്ച് റൂഡായിട്ടാണ് പെരുമാറാറ്. ഈ സോക്കോൾഡ് അമ്മായിമ്മ സ്റ്റൈലിലാണ് അനുമോള് പൊതുവേ ഫുഡ് വിളമ്പാറ്.
ഇപ്പോൾ കുറച്ച് റൂഡായിട്ട് തന്നെയാണ്. അപ്പോൾ ഷാനവാസ് തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പണമെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസാണ് ആ കച്ചറ അവിടെ തുടങ്ങി വെക്കുന്നത്. ഷാനവാസാണ് ഈ പ്രശ്നം തുടങ്ങി വെച്ചത്. അതായത് അനുമോൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഈ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അതിനകത്തുനിന്ന് കൈയിട്ടൊരു കഷ്ണം ഷാനവാസിൻ്റെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നു. അപ്പോൾ അനുമോൾ സ്ഥിരം ശൈലിയിൽ എന്താണോ കാണിക്കുന്നത്, താൻ എന്താണോ ഈ കാണിക്കുന്നത്, ഇറങ്ങിപ്പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആര്യൻ അയാളെടുത്തത് കണ്ടില്ലെന്ന് പറഞ്ഞ് ആര്യൻ എന്ത് ചെയ്യുന്നു, വേറൊരു കഷ്ണം ആര്യൻ്റെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നു. ആര്യൻ പറയുന്നത് ആര്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മട്ടൺ വേറൊരു പ്ലേറ്റിലേക്ക് വെക്കുകയും അതിനകത്തുണ്ടായിരുന്ന ഒരു കഷ്ണം എടുത്ത് ആര്യൻ്റെ പ്ലേറ്റിൽ വെക്കുകയും അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തതാണെന്നാണ് ആര്യൻ പറയുന്നത്. ഏതായാലും ആര്യൻ അങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് ആര്യൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ഷാനവാസ് എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു പീസ് എടുത്ത് ഷാനവാസിൻ്റെ കയ്യിൽ വെക്കുന്നു. അപ്പോൾ ടോട്ടൽ ഷാനവാസ് 3 കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പം 2 മട്ടൺ പീസ് വീതമാണ് എല്ലാവർക്കും വെക്കാനായിട്ട് അനുമോൾ തീരുമാനിച്ചിരുന്നത്. മൂന്നാമതും ഷാനവാസ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയ സമയത്ത് അനുമോൾ ആകെ ദേഷ്യപ്പെട്ട് കരഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് എന്താണിത്, ഭക്ഷണം കാണാത്തതുപോലെ പെരുമാറുന്നത്, ഇത്രയും പ്രായമായില്ലേ, ഇങ്ങനെയാണോ ഇതിൻ്റെ മുന്നിൽ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ ആകെ സീനാക്കി കരഞ്ഞ് ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അതെടുത്ത് പോകുമ്പോൾ അനീഷും അക്ബറും ഒക്കെ കൂടെ എന്ന് പറയുന്നുണ്ട് ഷാനവാസെ അത് ചെയ്തത് തെറ്റാണത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഷാനവാസ് ഇതിനെ ഇരുന്ന് ഇങ്ങനെ ന്യായീകരിക്കുകയാണ്, ആര്യനാണ് ആദ്യം എടുത്തത്, നിങ്ങളെന്താ ആര്യനെ പറയാത്തത്, അപ്പോൾ ആര്യൻ ഓൾറെഡി ചെയ്തത് തെറ്റാണ്, പക്ഷെ ഞാൻ 3 പീസ് എടുത്തിട്ടില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കഷ്ണം ഞാൻ മാറ്റിയെടുക്കുകയാണ് ചെയ്തിരുന്നതെന്നാണ് ആര്യൻ പറയുന്നത്. പക്ഷെ ആര്യൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ആര്യൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് പറയുന്നത് ആര്യനാണ് ആദ്യം എടുത്തത്, ആര്യനെയാണ് പറയേണ്ടത്, രണ്ടാമതാണ് ഞാൻ എടുത്തത്, ഞാൻ ആദ്യമേ അനീഷിനോട് പറഞ്ഞിരുന്നതാണ് ഇതിവിടെ ഇങ്ങനെ കച്ചറയാവും എന്നുള്ളത്. അപ്പം അനീഷ് അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയായിരുന്നു. അപ്പം അനീഷ് തിരിച്ചു ചോദിക്കുന്നു, ഇവിടെ കച്ചറ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നീ തന്നെയല്ലേ എന്നിട്ട് കച്ചറയാക്കിയത്, എല്ലാവർക്കും ഈക്വലായിട്ട് പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നീ തന്നെയല്ലേ ആദ്യം പോയിട്ട് ഭക്ഷണം കൈയിട്ടെടുത്ത് ആകെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാനല്ല ആദ്യം എടുത്തത്, ആര്യനാണ് ആദ്യം എടുത്തതെന്ന്. അനീഷ് പറയുന്നു ഞാൻ കണ്ടതാണ്, നീ തന്നെയാണ് അവിടെ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്, നീ തന്നെയാണ് ആദ്യം എടുത്തതെന്ന് പറയുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുള്ള ലൈവിലും അതേപോലെ തന്നെ എപ്പിസോഡിലും ഒക്കെ എനിക്ക് മനസ്സിലായത് ഷാനവാസാണ് ആദ്യം പോയിട്ട് അത് എടുക്കുന്നത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയതും ഷാനവാസാണ്. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം അക്ബർ ആയാലും മൊണീലായാലും അനീഷ് ആയാലും ഒക്കെ ഒരു സൈഡിൽ നിന്നിട്ട് ഷാനവാസ് ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ ഷാനവാസ് ഈ ആദ്യം എടുത്തത്, രണ്ടാമതെടുത്തത്, മൂന്നാമതെടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ നേരം ഇതിൻ്റെ പേരിൽ കിടന്ന് ഷാനവാസിനെതിരെ പറയുന്നവരോടൊക്കെ പറയും, നിങ്ങളെല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് എന്താ പറയാൻ ശ്രമിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം, എന്നെ ഇത്തരത്തിൽ പറയുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് സംസാരിക്കുന്നു. അങ്ങനെ ആകെ ബഹളമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ചോദിച്ചു, ഇത് എങ്ങനെ ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് നിനക്ക് ഇറങ്ങുന്ന ഷാനവാസ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് എന്ത് ചെയ്യുന്നു, ആ പ്ലേറ്റ് ഇങ്ങനെ തട്ടി എന്നാ നീ വിഴുങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എറിയുന്നുണ്ട്. ഇതേ ഷാനവാസാണ് ഈ നെവിൻ്റെ വിഷയത്തിൽ നെവിൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ മല്ലിയില എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് തട്ടിയിരുന്നല്ലോ. അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ഷാനവാസ് തട്ടി എന്നുള്ളത്. അപ്പോൾ ഷാനവാസ് അന്ന് പറഞ്ഞിരുന്നത് ഞാൻ ഭക്ഷണം തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞതാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്. അവൻ തന്നെ തട്ടിയിട്ട് ഞാൻ ഭക്ഷണം തട്ടിക്കളയുന്ന മോശപ്പെട്ട ഒരാളായിട്ട് അവൻ എന്നെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചു. എനിക്ക് ഭക്ഷണത്തിൻ്റെ വില എന്താണെന്ന് അറിയാം, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഭക്ഷണത്തിനോട് അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ അതേ ഷാനവാസാണ് ഇന്ന് ഭക്ഷണം ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ടിട്ട് പോയത്. അതേ ഷാനവാസ് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ പുറത്ത് വന്നിട്ട് അക്ബറിൻ്റെ നേരെ ഷാനവാസ് ചെല്ലുന്നുണ്ട്. അക്ബർ കഴുകനാണ്, പച്ചമാംസം തിന്നുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്, നീ അങ്ങനത്തെ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അക്ബറിൻ്റെ നേരെ ചെല്ലുന്നു. അങ്ങനെ ഈ പ്രശ്നം മൊത്തം ഇങ്ങനെ വളരെ മോശം രീതിയിൽ വഷളാക്കിയിട്ടുള്ളത് ഷാനവാസ് തന്നെയാണ്. അതിൽ അനീഷ് അവിടെ നിന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ഫുഡും കൊടുത്തു വിടരുത് ബിഗ് ബോസ്, കാരണം ഇവിടെ ഇങ്ങനെ വഴക്കുണ്ടാക്കാനാണെങ്കിൽ വെറുതെ നിങ്ങളൊരു ചോക്ലേറ്റ് കഷ്ണം പോലും കൊടുത്തു വിടരുത് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അനുമോള് ഭക്ഷണം കഴിക്കത്തില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കുന്നു കുറേ നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും അപ്പോഴും നെവിൻ വന്നിരുന്ന് അനുമോളുടെ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ നെവിൻ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയില്ല. വീട്ടുകാരൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഓവറായിട്ടാണ് പെരുമാറുന്നത്. അത് ഈ അക്ബറും ഷാനവാസും ഒണിയിലൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നെവിൻ്റെ വിഷയം പറയുമ്പോൾ ഈ നൂബിനും ബിന്നി ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എന്തിനാണ് ഈ നെവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ പേഴ്സണൽ സ്പേസിനെ മാനിക്കാതെ അങ്ങനെ ബിഹേവ് ചെയ്യരുത് എന്നുള്ളത്. ഇഷ്ടക്കേടാണ് എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ ആദിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എന്തിനാ അവർക്കിടയിൽ ഇങ്ങനെ പോയിരിക്കുന്നത്, അവർക്കൊരു പ്രൈവസി കൊടുത്തുകൂടെ എന്നൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നെവിൻ അത് മനസ്സിലാവുന്നില്ല. നെവിൻ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുക്ക് കയറി കിടന്നിട്ട് അവരോട് ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമാണ്. ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.